ഇത് ഞാൻ ഇന്നലെ ആഷിഖിനോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ശശി തരൂരിനെ വിമർശിക്കുന്നതിലൂടെ രാഹുൽ ഗാന്ധി ഒരു പക്ഷേ ലക്ഷ്യമാക്കുന്നത് എന്തായാലും ഇന്ത്യയിൽ ഇനി പിടിച്ചു നിൽക്കാനാവില്ല. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു ഘടകം പാകിസ്ഥാനിൽ തുടങ്ങാനുള്ള ഒരു പ്ലാൻ അദ്ദേഹത്തിന് ചിലപ്പോൾ കാണും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ചെയ്യില്ല ശരത്. അത് നമുക്കത് തീർച്ചയാണോ? അത് ഈ ഒരു ഇത്രയും പക്വതയില്ലാതെ അവർ സംസാരിക്കില്ല. മാത്രമല്ല ഈ എന്താണ് പാകിസ്ഥാൻ എന്ന് എക്സ്പോസ് ചെയ്യാനും പാകിസ്ഥാന്റെ ഇന്ത്യ ഏറ്റവും പ്രധാനമായും ഈ പാകിസ്ഥാൻ മുന്നോട്ടിരിക്കുന്ന ഒരു കാര്യം ഞങ്ങളെ ആക്രമിക്കുന്നു എന്നുള്ള ഇരവാദ കാർഡുകളാണ്. പക്ഷെ ഇന്ത്യ വളരെ വ്യക്തമായി ശശി തരൂരിന്റെ ആയിക്കോട്ടെ, ഒവൈസിയുടെ ആയിക്കോട്ടെ, കനിമൊഴിയുടെ ആയിക്കോട്ടെ, ജോൺ ബ്രിട്ടാസിന്റെ ആയിക്കോട്ടെ, ഇവരുടെ പ്രസംഗങ്ങളുടനീളം ഇവർ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ എത്രയോ വർഷങ്ങളായി പാകിസ്ഥാൻ സർക്കാരിന് മുന്നിൽ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ തുറന്നു കാണിച്ച് തെളിവുകൾ ശേഖരിച്ച് ഇത് പാകിസ്ഥാനിനുള്ളിൽ നിന്നാണ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനം ഞങ്ങൾ പാകിസ്ഥാൻ സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവുകളുടെ ഇതാണ്, നിങ്ങൾ നോക്കൂ. പക്ഷേ പാകിസ്ഥാൻ സർക്കാർ ഞങ്ങളോട് ഒന്നിനും അനുകൂലിക്കുന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണ് പാകിസ്ഥാനെ എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ പോലും ശരത്ത് എന്നെ വളരെ നിരാശയുണ്ടാക്കിയ ഒരു കാര്യം, ഇവർ സർവകക്ഷി സംഘത്തിൽ ഉൾപ്പെടെ ഇനിയിപ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, എല്ലാവരും ആവശ്യപ്പെടുന്നത് പാകിസ്ഥാന് ലഭിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി പോകുന്നത് ഭീകരവാദ കേന്ദ്രങ്ങളിലേക്കാണ്. അവരത് വഴി മാറ്റി ചിലവാക്കുന്നത്. ഹമാസ് എങ്ങനെയാണോ ഇന്റർനാഷണൽ എയ്ഡ് എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ടും പഹൽഗാം അറ്റാക്കിന് ആഴ്ചകൾക്ക് നടന്നതിന് ശേഷവും കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുൻപാണ് വേൾഡ് ബാങ്ക് $40 ബില്യൺ പാകിസ്ഥാന് വികസന പ്രവർത്തനങ്ങൾക്കായി കൊടുക്കുന്നത്. അതായത് IMF ആയിക്കോട്ടെ, വേൾഡ് ബാങ്ക് ആയിക്കൊള്ളട്ടെ, ഈ ഇന്റർനാഷണൽ ഏജൻസികളൊക്കെ ഈ ഒരു ചൈന ലോബി ഉണ്ട്, ചൈന അമേരിക്കൻ ലോബി, ഒരു ലോബിങ്ങിന്റെ ഭാഗമായി വീണ്ടും വീണ്ടും എയ്ഡുകൾ ഇവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഇത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ആമോസ് വാങ്ങിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരുടെ നേതാക്കന്മാർക്ക് മണിമാളുകൾ പണിയാനും വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്റർനാഷണൽ ഏജൻസികൾക്ക് എന്തുകൊണ്ട് ഇതിനൊരു തിരിച്ചറിവ് ലഭിക്കുന്നില്ല? അല്ലെങ്കിൽ അവർ ആരുടെയൊക്കെ പാവകളാണെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്.